നമസ്തേ. ഡബിൾ ബാരലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഇന്ന് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചെറിയ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. 50 വർഷം മുമ്പ് ഈ ദിവസം ഭാരതത്തിന്റെ ഒരു കരിദിനമായിരുന്നു. 1975 ജൂൺ മാസം 25-ാം തീയതി ഇന്ദിരാഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷനെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഭാരതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് എല്ലാ പ്രവർത്തകരെയും, എല്ലാ ആൾക്കാരെയും, എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ അല്ല സോറി ജനസംഘത്തിന്റെയും എല്ലാവരെയും കൊണ്ടുപോയി ജയിലിലടച്ച് അതിക്രൂരമായി മർദ്ദിച്ച് അവശരാക്കിയ ഒരു കഥയൊക്കെ ഈ ഭാരതത്തിലുണ്ടായിരുന്നു. 1975 ജൂൺ മാസം 25-ാം തീയതി ഇന്ന് അതിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നു. ആര് കോൺഗ്രസ്സുകാരെന്ന് പറയാം. 50-ാം വാർഷികമാണ് ആ കരിദിനത്തിന്റെ. അന്ന് ആ പ്രധാനമന്ത്രിയുടെ മകന്റെ മകൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതേ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഒരു ചുവപ്പ് പുസ്തകം പിടിച്ചുകൊണ്ട് എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു വിരോധാഭാസമായിട്ട് അതിനെ നമുക്ക് തോന്നും. കാരണം അച്ഛൻ്റെ അമ്മ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കുപ്പത്തൊട്ടിയിലിടുന്നു. അതിനുശേഷം ഇന്ന് മകന്റെ മകൻ അതൊരു കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതൊരു വിരോധാഭാസം തന്നെയല്ലേ? എനിക്കങ്ങനെ തോന്നി. ഏതായാലും പറയുന്നതൊന്നും ചെയ്യുന്നത് വേറെയുമായ ഒരു നേതാവ്, കോൺഗ്രസ്സുകാർ കൊണ്ടു കിടക്കുന്ന ഒരു നേതാവ്, ഏതായാലും നടക്കട്ടെ. അപ്പൊ ഇന്ന് നടന്ന ആ സത്യപ്രതിജ്ഞയും അതിനോടനുബന്ധിച്ച് നടന്ന മറ്റ് സത്യപ്രതിജ്ഞയുടെയൊക്കെ ചെറിയ കഥകൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഈ ടോക്ക്, ഈ സംസാരം ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞ ചെയ്ത് കുറച്ചു കഴിഞ്ഞു. ഇനി അതുകൂടാതെ നാളെ ഇപ്പം സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മത്സരം നടക്കാൻ പോകുന്നു. ജയിച്ച പ്രസ്ഥാനത്തിന്റെ പൊങ്കോട് കൂടിയാണ് കോൺഗ്രസ്സുകാർ ഒരു കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു MP-യെയാണ് ആ സ്ഥാനത്തേക്ക് കണ്ടിരിക്കുന്നത്. വളരെ വിശേഷപ്പെട്ട ആളെയാണ്. സ്പീക്കർ ആവാൻ യോഗ്യതപ്പെട്ടത്. കാരണം 8ഓളം പ്രാവശ്യം പാർലമെന്റിലെത്തി അവിടെ ഇരുന്നിട്ട് ഇതുവരെ കേരളത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അയാളെ ആ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത, പാർലമെന്റിൽ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അയാളും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നാളെ അയാൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് വേറെ കാര്യം. നടക്കട്ടെ. പ്രതിപക്ഷമാകുമ്പോൾ മത്സരിക്കണം, മത്സരമുണ്ടാകണം. അവിടെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. ഒരു പ്രതിപക്ഷമുണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കൂ. പക്ഷെ പ്രതിപക്ഷത്ത് ഇന്ന് ഏറ്റവും വലിയ ഒരു തമാശ, ഒരു ഭാഗത്ത് സത്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരും മറുവശത്ത് എല്ലാവരും ജാമ്യത്തിലിറങ്ങി നടക്കുന്നവരുമാണ്. അതാണ് അതിൻ്റെ വലിയൊരു പുതിയൊരു സ്ഥിതിവിശേഷം. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ വേറൊരു തമാശ,
തമാശ എന്ന് പറഞ്ഞുകൂടെ, വളരെ സീരിയസ് തന്നെയാണ്. ഹൈദരാബാദിൽ നിന്ന് ജയിച്ചു വന്ന OYC, അയാളെ ഹൈദരാബാദിൽ നിന്നാണ് അയാൾ ജയിച്ചു വന്നത്. ഹൈദരാബാദിൽ ഓരോരുത്തരോടും വോട്ട് ചോദിച്ച് ജനാധിപത്യ രീതിയിൽ തന്നെ അയാൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു, ജയിച്ചു, പാർലമെന്റിലേക്ക് വന്നു. അയാൾ വെറും മുസ്ലിം സമുദായത്തിന്റെ മാത്രം വോട്ട് കിട്ടിക്കൊണ്ട് പാർലമെന്റിലേക്ക് വന്ന ആളല്ല. നമ്മൾ തന്നെ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അയാൾ ചില വീടുകളിൽ പോയി വോട്ട് ചോദിക്കുന്ന രംഗമൊക്കെ, ചില ഹിന്ദു വീടുകളിലൊക്കെ പോയി ഓരോ അമ്മമാരെ മുന്നിലൊക്കെ കുമ്പിട്ട് നിന്നുകൊണ്ട് വോട്ട് ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ചെറിയ കഥകൾ, ചെറിയ കാര്യങ്ങൾ. ഇലക്ഷൻ ആകുമ്പോൾ ആർക്കും എവിടെയും ഏതൊരു വോട്ടറെടുത്തും പോകാം, വോട്ട് ചോദിക്കാം, വോട്ട് കിട്ടിയാൽ വാങ്ങാം, ഒക്കെ ആവാം. അതിലൊന്നും ഒരു തെറ്റില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്, ഇന്ത്യൻ നിയമപ്രകാരം ആർക്ക് വേണമെങ്കിലും മത്സരിക്കുവാൻ വേണ്ടിയുള്ള നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാനും വരാനും ഒക്കെ ഉള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതിനൊന്നും ചോദ്യം ചെയ്യാനോ അതിനെപ്പറ്റിയൊന്നും പറയാനൊന്നും നമ്മൾ ആളല്ല. പക്ഷേ ഈ നയങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ചിലപ്പോൾ ആരും നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ആരും അത് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ കേരളത്തിലെ പത്രങ്ങൾ അതിനെ ഒട്ട് പുറത്തറിയിക്കുകയുമില്ല. അയാൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ, ഈ OYC ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പം അയാളെ ദൈവത്തിന് പ്രകീർത്തിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെന്താന്ന് അയാൾക്ക് മനസ്സിലാവും, കാരണം ഉറുദാണ്, വേറെ നമുക്കറിയില്ല. ശരി, അയാളെ ദൈവത്തിന് പ്രാർത്ഥിച്ചതാണ്, അതിലെന്തൊക്കെയോ ഹദീസുകൾ അയാൾ ചൊല്ലിയതാണ്. ആകട്ടെ, അത് ഇന്ത്യൻ ഭരണഘടനയിലേക്കുള്ളതായിരിക്കാം, അല്ലാതെ അവിടെ സമ്മതിക്കില്ലല്ലോ. അതിനെ ആർക്കും എതിർപ്പില്ല, ആരും അതിനെ എതിർക്കാൻ പോകുന്നില്ല, ചോദ്യം ചെയ്യാനും പോകുന്നില്ല. ഇനി അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അയാൾ പാലസ്തീൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ട്, പാലസ്തീനെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ബാക്കി അയാൾ തക്ബീർ ചൊല്ലി, അള്ളാഹുവിനെ വിളിച്ചു, വേറെ എന്തൊക്കെയോ അവരെ ഖുർആൻ പ്രകാരമുള്ള പല കാര്യങ്ങളും ചൊല്ലി. അതൊക്കെ ആകട്ടെ, അതിപ്പോ ഹിന്ദു ആൾക്കാർ ചിലപ്പോൾ ഹിന്ദു രാഷ്ട്രപതിയെ വിളിച്ചിട്ടുണ്ടാകാം. അയാള് പിന്നെ നമ്മളെ കേരളത്തിൽ തന്നെ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അവിടെ എത്തിയപ്പോൾ അയാൾ മൈക്കിൽ ഒച്ചത്തിൽ വിളിച്ച് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞതല്ല, അയാളെ മനസ്സിന്റെ അകത്താക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന്. അല്ലാതെ അയാൾ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അതൊരു ഇഷ്യൂ ഒന്നും ആക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ അപ്പോഴത്തേക്ക് പത്രക്കാരൻ അങ്ങനെയൊക്കെ എഴുതി. അത് കുറച്ച് മൈക്ക്, പാർലമെന്റിൽ പുതിയൊരു മൈക്കും സ്പീക്കറൊക്കെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് പറയുന്നത് വേഗം പിടിച്ചെടുത്തു എന്നുള്ളൂ. അയാൾ വളരെ അയാളത് ഒരു സ്വകാര്യതയായിട്ടാണ് അയാളത് ചൊല്ലിയത്. ഇനി അഥവാ അയാൾ ഉറക്കെ ചൊല്ലിയിട്ടുണ്ടെങ്കിലും അയാൾ ജയിച്ചു വന്ന അയാളെ നിയോജക മണ്ഡലത്തിലെ ഒരു അമ്പലമാണ്. ആ അമ്പലത്തിലെ ദൈവത്തിനെ അയാൾ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന ഈ ദൈവത്തിനെ അയാൾ ഒരു നല്ല കർമ്മത്തിന് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ തെറ്റൊന്നുമില്ല, ആർക്കും എങ്ങനെയും പ്രാർത്ഥിക്കാം. അതേ തരത്തിൽ തന്നെ OYCക്കും അയാൾക്കും പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. അയാളെ ദൈവത്തിന് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷെ പാലസ്തീന് സിന്ദാബാദ് വിളിച്ചത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. അത് എല്ലാവരും മൂടി വെക്കാൻ നോക്കും. പക്ഷെ ഇതിങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നാളെ പാർലമെന്റിൽ വേറെ വന്ന് ഒരു മുസ്ലിം വന്ന് അവിടെ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചാൽ, അല്ലെങ്കിൽ ദുബായിനെ പ്രേമിക്കുന്ന ദുബായിക്ക് ജയ് വിളിച്ചാലോ, അല്ലെങ്കിൽ വേറൊരു മുസ്ലിം രാജ്യത്തിന് ജയ് വിളിക്കുകയാണ്, ശരിയാണോ?
ഇനി അങ്ങനെ ഒരു മതപരമായ ഒരു രാജ്യത്തിനെ അല്ല, അഫ്ഗാനിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ ജയ് വിളിക്കുന്നതിന്റെ അല്ല ഇവിടെ വിഷയം. അതിന് അമേരിക്കനെ ആയാലും ശരി, ഇനി ഇംഗ്ലണ്ട് ആയാലും ശരി, എവിടെയായാലും ശരി, മറ്റൊരു രാജ്യത്തിന് നമ്മുടെ ഭാരതത്തിന്റെ പാർലമെന്റിൽ വെച്ചിട്ട് അതിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും വിരോധാഭാസമായ ഒരു സംഗതി ഏറെയൊന്നും നടക്കാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ ജനങ്ങളൊന്ന് ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഇന്ന് സത്യപ്രതിജ്ഞകൾ ഒരുപാട് നടന്നു. ഒരുപാട് കോൺഗ്രസ്സുകാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു BJP-യുടെ ആളും ജയ് ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അതിന് അയാൾ പറഞ്ഞില്ലെങ്കിൽ ഇത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. ഇനി അതിൽ വിശ്വസിക്കാത്തവരുണ്ടോ? ആയിക്കോട്ടെ. തേജസ്വി സൂര്യ മറ്റുള്ളവരൊക്കെ കന്നഡ ഭാഷയിൽ അയാൾ സത്യപ്രതിജ്ഞ ചെയ്തു. അയാളുടെ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അയാൾ ചെയ്തത്. അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാള് പാലസ്തീനെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട്, ജയ് വിളിച്ചുകൊണ്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് തെറ്റാണ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർണാടകത്തിൽ നിന്ന്, ബാംഗ്ലൂർ നോർത്തിൽ നിന്ന് ജയിച്ചു പോയ ശോഭാജി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ കേസുകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് കേസാകണം, മുന്നോട്ട് പോകണം. അതിൻ്റെ പേരിൽ എന്ത് ശിക്ഷയാണോ അയാൾക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് മാതൃകാപരമായി കൊടുത്തിരിക്കണം. അത് കൊടുത്തില്ലെങ്കിൽ ഇത് മറ്റുള്ളവന് ഒരു പ്രോത്സാഹനമായി മാറുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതുകൊണ്ട് ഇതിനെതിരെ ശബ്ദമുയർത്തുവാനുള്ള, ഇതിനെതിരെ നാളെ വരുന്ന പുതിയ സ്പീക്കറുടെ മുന്നിൽ ഈ കംപ്ലൈന്റ് വരും. എനിക്ക് തോന്നുന്നു ഈ സത്യപ്രതിജ്ഞകളുടെ ഇൻവാലിഡ് ചെയ്യാനും അവരെ വേണമെങ്കിൽ MP സ്ഥാനത്ത് നിന്ന് തന്നെ വിളിച്ചു പുറത്തുവാക്കാനുമുള്ള എല്ലാ ഇതും പാർലമെന്റിനും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഒരു ശുഭാപ്ത വിശ്വാസമുണ്ട്. അപ്പൊ അത് നടക്കുമെന്നാണ് തോന്നുന്നത്. അതേതായാലും നടക്കട്ടെ. ജനാധിപത്യം ജയിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡബിൾ ബാരലിന്റെ എല്ലാ പ്രേക്ഷകരും, പുതിയ പ്രേക്ഷകര്, ഇത് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമസ്തേ.